الحمد لله الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور نحمد الله ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الذي بلغ الرسالة وأدى الأمانة ونصح على هذه الأمة وجاهد في الله حق جهاده حتى أتانا اليقين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب سبحانك اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل يا أهل الكتاب لا تغلوا في دينكم غير الحق ولا تتبعوا أهواء قوم قد ضلوا من قبل وأضلوا كثيرا وضلوا عن سواء السبيل صدق الله العلي العظيم ബഹുമാനിയായ സഹോദരി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും ഭയപ്പെട്ടും പടച്ച റബ്ബിന്റെ വിധിവിലക്കുകൾക്ക് ജീവിത ഇടപാടുകളെ വിധേയപ്പെടുത്തി തഖ്വയുടെ താല്പര്യത്തിനനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ റൂഹ് വേർപിരിയുന്നത് വരെയും പടച്ചവനോടുള്ള ഭയവികാരത്തിൽ ഉറച്ചു നിൽക്കാൻ അതീവ ജാഗ്രതയോടുകൂടി ശ്രമിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്ത ജീവിതത്തിന്റെ ഉടമകളായി അവസാന ശ്വാസം വരെ നിലനിന്നു പോകാൻ, മരണം കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ടാകാൻ, നാളെ സജ്ജനോടൊപ്പം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാൻ, അവസാനമായി അല്ലാഹു മുത്തഖീങ്ങൾക്ക് സജ്ജമാക്കി വെച്ചിട്ടുള്ള സ്വർഗ്ഗം അനന്തരമെടുക്കാൻ നമുക്കെല്ലാവർക്കും നമ്മുടെ കുടുംബത്തിനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചവന്റെ ദീൻ വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള, സന്തുലിതമായിട്ടുള്ള ഒരു ദീനാണത്. ആ ദീനീ വീക്ഷണം ഉൾക്കൊള്ളുന്നിടത്ത് മനുഷ്യൻ പരാജയപ്പെട്ടാൽ സംഭവിക്കുന്ന അപകടങ്ങളെ സംബന്ധിച്ചുമൊക്കെയാണ് കഴിഞ്ഞ 3-4 കുത്തുബകളിൽ സഹോദരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായത്. കഴിഞ്ഞതിന് തൊട്ട് മുമ്പുള്ള സംസാരത്തിൽ ദീനിന്റെ അടിസ്ഥാനങ്ങളും ശാഖകളും അഥവാ അസലുകളും ഫറൂകളും കൂടിക്കലരുകയും അതിന്റെ പ്രാധാന്യക്രമം തെറ്റിച്ചുകൊണ്ടുള്ള സമീപനങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുക എന്ന അപകടത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഇസ്ലാമിന്റെ ഈ സന്തുലിത ജീവിതം, ഈ സന്തുലിത വീക്ഷണം മനസ്സിലാക്കപ്പെടാതെ പോയാൽ സംഭവിക്കുന്ന രണ്ടാമത്തെ അബദ്ധത്തെ കുറിച്ച് സൂചിപ്പിച്ചു. അഥവാ അള്ളാഹു എളുപ്പമാക്കി തന്ന ദീനിനെ, യുസറായ ദീനിനെ ഏത് സാധാരണ മനുഷ്യനും വളരെ ഈസിയായി ഫോളോ ചെയ്യാവുന്ന അള്ളാഹുവിന്റെ ദീനിനെ സങ്കീർണമായി അനുഭവപ്പെടുക എന്ന രണ്ടാമത്തെ അപകടത്തെക്കുറിച്ചും കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിക്കുകയുണ്ടായി. ഇസ്ലാമിന്റെ ഈ സന്തുലിത ജീവിത വീക്ഷണം കൈവിട്ടു പോയാൽ സംഭവിക്കുന്ന മൂന്നാമത്തെ അപകടത്തെക്കുറിച്ചാണ് ഇന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഈ അള്ളാഹ് നൽകിയിട്ടുള്ള ഈ കൊണ്ടു നടക്കാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള ഈ ദീനിനെ അതിനെ വേണ്ട വിധം മനസ്സിലാക്കപ്പെടാതെ പോയാൽ, ഈ സന്തുലിതത്വം നഷ്ടപ്പെട്ടു പോയാൽ
സമുദായത്തിലേക്ക് തനത്വവും ഒലുവും കടന്നു വരും എന്നതാണ് മൂന്നാമത്തെ അപകടം. തനത്വം എന്ന് പറഞ്ഞാൽ അതിര് കവിച്ചിരുക, അല്ലെങ്കിൽ തീവ്രവാദപരമായ സമീപനം തനത്വം. ഒലുവ് എന്ന് പറഞ്ഞാൽ അതിര് കവിയുക, പരിധിപ്പെടുക എന്നതാണ്. മുത്തനത്യം എന്ന് പറഞ്ഞാൽ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ആത്യന്തിക ശൈലി സ്വീകരിച്ചവൻ അല്ലെങ്കിൽ തീവ്ര നിലപാട് കൈക്കൊണ്ടവൻ എന്നൊക്കെയാണ് അർത്ഥമാക്കുന്നത്. അൽ മുബാലിഗു ഫിൽ അംരി ഖൗലൻ വഫിഅല എന്നാണ് അതിന്റെ ഒരു നിർവചനമായി കൊണ്ട് നമുക്ക് പറയാൻ കഴിയുക. എന്ന് പറഞ്ഞാൽ വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും ആത്യന്തിക ശൈലി സ്വീകരിക്കുക. ഈ ആത്യന്തിക ശൈലി അല്ലെങ്കിൽ തീവ്രവാദ നിലപാടുകൾ അഥവാ തനത്തുവ് എന്ന് അറബിയിൽ പറയുന്ന ഈ ഒരു നിലപാട് കടന്നു വരാനുള്ള കാരണം അള്ളാഹുവിന്റെ ദീനിന്റെ ആ ഒരു സന്തുലിതമായ കാഴ്ചപ്പാട് ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുമ്പോഴാണ്. ഈ അപകടത്തെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയ മുന്നറിയിപ്പ് ഈ സമുദായത്തിന് നൽകിയിട്ടുണ്ട്. ഈ തനത്തുവ് അഥവാ ഈ തീവ്ര ശൈലി എന്നത് ഇസ്ലാം കർശനമായി നിരോധിച്ചിട്ടുള്ളത് എന്നത് മാത്രമല്ല, മനുഷ്യന്റെ നാശകാരണമാണെന്ന് കൂടി റസൂലുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ്. ഹദീസുകൾ പരിശോധിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. അഥവാ കാര്യങ്ങളിൽ ഒരു തീവ്രമായ നിലപാട് സ്വീകരിക്കുക, ഒരു എക്സ്ട്രീം ആയ നിലപാട് സ്വീകരിക്കുക, അതുപോലെ തന്നെ പടച്ചവൻ വെച്ച അതിരുകളും പരിധികളും ഒക്കെ ലംഘിക്കുക, അത് വ്യക്തിയെയും സമൂഹത്തെയും നശിപ്പിച്ചു കളയും എന്നതിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരൊറ്റ ഹദീസ് മാത്രം മതി. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് നമുക്ക് കാണാം. ഹലക്കൽ മുത്തനത്യഹൂൻ, തീവ്രത കൈക്കൊള്ളുന്നവൻ നശിച്ചത് തന്നെ എന്നാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിലപാടുകളിൽ കാർക്കശ്യം പുലർത്തുന്നവരെ കുറിച്ച്, നിലപാടുകളിൽ തീവ്രത കൈക്കൊള്ളുന്നതിന്റെ അനന്തര ഫലത്തെ കുറിച്ച് കേവലം 2 വാക്കുകളിൽ വളരെ സംക്ഷിപ്തമായി നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ തീവ്രമായ ശൈലി തനത്തുവ് നിങ്ങളെ എത്തിക്കുക ഹലാക്കിലേക്കാണ്. ഹലക്കൽ മുത്തനത്യഹൂൻ, തീവ്രപരമായ സമീപനങ്ങൾ, ആത്യന്തികമായ ശൈലികൾ നമ്മെ എത്തിക്കുക ഹലാക്കിലേക്കാണ്. ഹലാക്ക് നാശമാണ്. അങ്ങനെ വ്യക്തികളെയും സമുദായത്തെ തന്നെയും ഹലാക്കിലാക്കുന്ന തനത്വം ഈ തീവ്രവാദ സമീപനങ്ങൾ, അതിന്റെ ചില അലാമാത്തുകൾ അല്ലെങ്കിൽ അഥവാ അതിന്റെ അടയാളങ്ങൾ നമ്മുടെ സമൂഹത്തിലും പ്രകടമാകുന്നുണ്ടോ എന്ന് നമ്മൾ കണ്ണും കൽബും ഒക്കെ തുറന്നുകൊണ്ട് പരിശോധിക്കേണ്ടതാണ്. ഞാൻ അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല. സമാനമായ മറ്റൊരു മുന്നറിയിപ്പും പ്രവാചകന്റെ മറ്റൊരു ഹദീസ് നമുക്ക് കാണുവാൻ സാധിക്കും. ഇയ്യാക്കും വൽ ഉലൂബി ഫിദ്ദീൻ എന്നതാണ്. ഇയ്യാക്കും വൽ ഉലൂബി ഫിദ്ദീൻ, നിങ്ങൾ അതിര് കവിയുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കുക, പടച്ചവന്റെ പരിധി വിടുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം. കാരണം ഇന്നമാ അഹ്ലക മൻ കാന ഖബലക്കും അൽ ഉലൂബു ഫിദ്ദീൻ, നിങ്ങൾക്ക് മുമ്പ് കടന്നുപോയ മറ്റു ചില സമുദായങ്ങളെ ഇമാം അഹ്മദും ഇബ്നു മാജയും റിപ്പോർട്ട് ചെയ്ത സ്വഹീഹ ഹദീസിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് മുമ്പ് ഉള്ള പല സമുദായങ്ങളെയും നശിപ്പിച്ചത് അവരുടെ മതത്തിൽ അതിര് കവിഞ്ഞതായിരുന്നു എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഗ്രന്ഥം നൽകപ്പെട്ട മുഴുവൻ മനുഷ്യരെയും വിളിച്ചുകൊണ്ട് മുന്നറിയിപ്പ് നൽകിയ കാര്യത്തെക്കുറിച്ച് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഉമ്മത്തിനെ ഉണർത്തിയത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കിതാബ് നൽകപ്പെട്ട സമൂഹം എന്ന് പറഞ്ഞാൽ നേരത്തെ കിതാബ് നൽകപ്പെട്ട എല്ലാ സമൂഹങ്ങൾക്കും ബാധകമായ ഒരു ശാസന. വിശുദ്ധ ഖുർആൻ 5-ാം അധ്യായം സൂറത്തു മാഇദ 77-ാമത്തെ ആയത്ത് നമ്മൾ കാണുന്നുണ്ട്. ഖുൽ യാ അഹ്ലൽ കിതാബ്, അഹ്ലൽ കിതാബ്, പ്രവാചകരെ പറയുക, യാ അഹ്ലൽ കിതാബ്, വേദവിശ്വാസികളെ, വേദം നൽകപ്പെട്ടവരെ, ലാ തഗ്ലൂ ഫീ ദീനിക്കും, നിങ്ങൾ നിങ്ങളുടെ ദീനിൽ അതിര് കവിയരുത്. ലാ തഗ്ലൂ ഫീ ദീനിക്കും ഗൈറൽ ഹഖ്, നിങ്ങൾ അന്യായമായി നിങ്ങളുടെ മതത്തിൽ അതിര് കവിയരുത്. വലാ തത്തബിഉ അഹ്വാഅ ഖൗമിൻ ഖദ് ളല്ലൂ മിൻ ഖബൽ വഅദല്ലൂ കസീറൻ വദല്ലൂ അൻ സവാഇ സബീൽ. ഇങ്ങനെ ഈ അതിര് കവിയരുത് നിങ്ങളുടെ മതത്തിൽ എന്ന് വേദവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുമ്പോൾ ആ വിളിയുടെ അഭിസംബോധന അന്ന് ജൂത സമൂഹവും ക്രൈസ്തവ സമൂഹമായിരുന്നുവെങ്കിൽ, അവരായിരുന്നു അന്ന് കിതാബ് ലഭിച്ച സമൂഹങ്ങളെങ്കിൽ, ഇന്ന് 15 നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറം അള്ളാഹുവിന്റെ ആഹ്വാനം യാ അഹ്ലൽ കിതാബ്, കിതാബ് ലഭിച്ചവരെ, വേദം വാഹകരെ എന്ന് വിളിക്കുന്നത് വേദം ലഭിച്ച വിശ്വാസികൾക്കും ബാധകമാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അഥവാ വിശുദ്ധ ഖുർആൻ മുസ്ലിം സമൂഹത്തെ പലതും പഠിപ്പിച്ചിട്ടുള്ളതും പല കാര്യങ്ങളും നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതും നേരത്തെ പ്രവാചകന്മാരെ നിയോഗിക്കുകയും ഗ്രന്ഥം നൽകപ്പെടുകയും ചെയ്തിരുന്ന ജൂതന്മാരെയും നസാറാക്കളെയും മുൻനിർത്തിയാണ് എന്ന് വിശുദ്ധ ഖുർആൻ ഒരാവർത്തി പരിശോധിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോ വേദഗ്രന്ഥം നൽകപ്പെട്ടവരെ എന്ന് വിശുദ്ധ ഖുർആൻ വിളിക്കുമ്പോ അവസാന വേദഗ്രന്ഥമാണല്ലോ വിശുദ്ധ ഖുർആൻ. ആ അവസാന വേദഗ്രന്ഥം നൽകപ്പെട്ട വിശ്വാസികൾക്ക് ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തായ നമ്മളും ആ ശാസനയുടെ മുന്നിലുണ്ട് എന്ന് നമ്മൾ അറിയണം. പടച്ച റബ്ബ് നൽകുന്ന മുന്നറിയിപ്പുകൾ ലാ തഗ്ലൂ ഫീ ദീനിക്കും, ലാ തഗ്ലൂ ഫീ ദീനിക്കും, നിങ്ങൾ നിങ്ങളുടെ ദീനിൽ അതിര് കവിയരുത്.
നിങ്ങളുടെ മതത്തിൽ നിങ്ങൾ പരിധി വിടരുത്, അമിതത്വം നിങ്ങൾ കാണിക്കരുത്, നിങ്ങൾ കാർക്കശ്യം കൈക്കൊള്ളരുത് എന്നൊക്കെ നമുക്ക് അതിനെ വായിക്കാൻ സാധിക്കും. വലാ തത്തബിഉ അഹ്വാഅ ഖൗമിൻ ഖദ് ളല്ലൂ മിൻ ഖബ്ലു വഅദല്ലൂ കസീറൻ വളല്ലൂ അൻ സവാഇ സബീൽ. നിങ്ങൾക്ക് മുമ്പ് സ്വയം പിഴച്ചു പോവുകയും അനേകം ജനങ്ങളെ വഴികേടിലാക്കുകയും ചെയ്ത ജനങ്ങളുടെ ഇച്ഛകളെ നിങ്ങൾ ഒരിക്കലും പിന്തുടർന്നു പോകരുത്. വളരെ ഗൗരവപ്പെട്ട മുന്നറിയിപ്പാണ് വിശുദ്ധ ഖുർആനിലൂടെ നൽകുന്നത്. അത്തരം മുന്നറിയിപ്പുകൾ വളരെ ഗൗരവത്തോട് തന്നെ മുഖവിലെടുക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് മുസ്ലിം ഉമ്മ കടന്നു പോകുന്നത് എന്ന് കൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ലാ തഗ്ലൂ ഫീ ദീനിക്കും ഗൈറൽ ഹഖ്. നിങ്ങൾ അന്യായമായി നിങ്ങളുടെ ദീനിൽ അതിര് കവിയരുത് എന്നാണ്. തീവ്രപരമായ ആത്യന്തികമായ ശൈലിയിലേക്ക് നിങ്ങൾ പോകാൻ പാടില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയുന്നത്. വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ച പദം ഉലൂവ് എന്നാണ്. ഉലൂവ് എന്ന് പറഞ്ഞാൽ മുജാവലത്തുൽ ഹദ് എന്നതാണ് അതിന്റെ അറബിയിലുള്ള വ്യാഖ്യാനം എന്ന് പറയുന്നത്. മുജാവലത്തുൽ ഹദ് എന്ന് പറഞ്ഞാൽ പരിധി ലംഘനം എന്നാണ്. പടച്ച റബ്ബ് എല്ലാ കാര്യങ്ങൾക്കും ചില പരിധികൾ വെച്ചിട്ടുണ്ട്. ആ പടച്ച റബ്ബ് വെച്ചിട്ടുള്ള പരിധിക്ക് അപ്പുറത്തേക്ക് കടക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പല നിയമങ്ങളും വിശദീകരിച്ചിട്ട് അത് അവസാനിപ്പിക്കുന്നിടത്ത് പറയുമ്പോൾ തിൽക ഹുദൂദുല്ലാഹി ഫലാ വലാ തഅതദൂഹാ എന്ന് അവസാനിപ്പിച്ചുകൊണ്ട് പറയാറുണ്ട്. തിൽക ഹുദൂദുല്ലാഹ്, ഇത് അള്ളാഹുവിന്റെ പരിധിയാണ്, പടച്ചവൻ വെച്ച ലിമിറ്റാണ്. ഈ ലിമിറ്റിന് അപ്പുറത്തേക്ക് നിങ്ങൾ കടക്കരുത്. അള്ളാഹുവിന്റെ പരിധി നിങ്ങൾ കവിയരുത്, പരിധി നിങ്ങൾ ലംഘിക്കരുത്. അഥവാ ഈ പരിധി ലംഘനം, അതിര് കവിച്ചിൽ, തീവ്രപരമായ സമീപനങ്ങൾ വളരെ ഗൗരവത്തിൽ സമുദായം പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഇത് ഒരുപക്ഷെ വിശ്വാസത്തിന്റെ കാര്യത്തിൽ സംഭവിക്കാം, ആരാധനകളുടെ കാര്യത്തിൽ സംഭവിക്കാം, അനുഷ്ഠാനങ്ങളുടെ പഴുതിലൂടെയും ഇത് കടന്നു വരാം, ശരിയുടെയും തെറ്റിന്റെയും പഴുതിയിലൂടെയും കടന്നു വരാം. ഞാനത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ ജാഗ്രത പുലർത്തേണ്ട കാര്യമാണ്. പരിധി വിട്ടാൽ എന്തും അപകടകരമാണ്. അമിതമായാൽ അമൃതും വിഷം എന്ന് നമുക്കൊക്കെ പരിചയമുള്ള പഴഞ്ചൊല്ലാണ്. നമ്മൾ മനസ്സിലാക്കണം, സന്തുലിതത്വത്തിന്റെ, ബാലൻസിങ്ങിന്റെ ഒരു സ്വർണ്ണ നൂൽ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദീനിലെ സകല സംഗതികളെയും ബന്ധിപ്പിച്ചിട്ടുണ്ട്. ആ സന്തുലിതത്വത്തെ, ആ ബാലൻസിങ്ങിനെ, ആ ക്രമീകരണത്തെ, ആ വ്യവസ്ഥയെ അള്ളാഹ് നിശ്ചയിച്ച ആ അളവിന്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം എന്ന് സൂചിപ്പിക്കുകയാണ്. ചരിത്രത്തിൽ കഴിഞ്ഞുപോയ ഒരുപാട് ജനതകൾക്ക് സംഭവിച്ച ഈ അതിര് കവിച്ചിലിന്റെ അപകടത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരും, നമ്മുടെ മുൻഗാമികളായ അഹ്ലു കിതാബിന്റെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അഥവാ ജൂത സമുദായത്തിന്റെയും ക്രൈസ്തവ സമൂഹത്തിന്റെയും ചരിത്രം വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. മുസ്ലിം ഉമ്മത്തിന്റെ മുന്നിൽ കഴിഞ്ഞുപോയ വേദവിശ്വാസികളുടെ ചരിത്രം വിശുദ്ധ ഖുർആൻ അനാവരണം ചെയ്തിരിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ വിലപ്പെട്ട ഒരുപാട് പേജുകൾ ആ ജനതയുടെ അപകടത്തിന്റെ, എത്തിപ്പെട്ട അഗാധമായ അധപ്പതന ചരിത്രത്തിന്റെ ചിത്രം നമുക്ക് മുമ്പിൽ വെളിപ്പെടുത്തി തരുന്നത് അതിൽ നിന്നും മുസ്ലിം ഉമ്മ പാഠം പഠിക്കാൻ വേണ്ടിയാണ്. അവർക്ക് സംഭവിച്ച അബദ്ധങ്ങളും അനർത്ഥങ്ങളും ഈ സമുദായത്തിനും വരാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അവർക്ക് സംഭവിച്ച ഉലൂവ് അഥവാ പരിധി വിടൽ എന്തായിരുന്നു, അവർ സ്വീകരിച്ച തനത്തുകൾ അഥവാ തീവ്ര നിലപാടുകൾ എന്തൊക്കെയായിരുന്നു എന്ന് വിശുദ്ധ ഖുർആനിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മുന്നറിയിപ്പ് നൽകിയതുപോലെ അവർ എങ്ങനെയാണ് ഹലാക്കിലേക്ക് അഥവാ നാശത്തിലേക്ക് അവർ എടുത്തു ചാടിയതെന്നും ആ ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കുക, എന്തായിരുന്നു ജൂത ജനതയ്ക്ക് സംഭവിച്ച ഉലൂവ് അഥവാ വേദവിശ്വാസികളായ ജൂത സമൂഹത്തിന് സംഭവിച്ച അതിര് കവിച്ചൽ എവിടെയായിരുന്നു? തൗറാത്തിനോടും പിന്നീട് വന്ന പ്രവാചകന്മാരോടും അവർ സ്വീകരിച്ച സമീപനം എപ്രകാരമായിരുന്നു എന്ന് നമ്മൾ പരിശോധിക്കണം. അവരുടെ ഒരു ലിമിറ്റ് എന്തായെന്ന് വെച്ചാൽ, അവർക്ക് ശേഷം വന്ന പ്രവാചകൻ എന്ന് പറഞ്ഞാൽ അവരിലേക്ക് വന്ന പ്രവാചകൻ എന്ന് അവർ വിശ്വസിക്കുന്ന പ്രവാചകന് ശേഷം വന്ന പ്രവാചകന്മാരെ അംഗീകരിക്കാൻ അവർ കൂട്ടാക്കിയില്ല എന്നതായിരുന്നു ഒന്നാമത് അവർക്ക് സംഭവിച്ചത്. എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൽ നിന്നല്ലാത്ത അമ്പിയാക്കളെ അംഗീകരിക്കാൻ അവർ സന്നദ്ധമായില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്തുകൊണ്ട് ജൂതന്മാർ അവിശ്വസിച്ചു, ജൂതന്മാർ എന്തുകൊണ്ട് പ്രവാചകനെ അംഗീകരിച്ചില്ല എന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്രായേലി വംശപരമ്പരയിൽപ്പെട്ട പ്രവാചകനായിരുന്നില്ല, ഇസ്മായേലി പരമ്പരയിൽപ്പെട്ട പ്രവാചകനായിരുന്നു എന്നതാണ്. അതുകൊണ്ട് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കാൻ അവർ സന്നദ്ധമായില്ല എന്നല്ല, അവരുടെ തീവ്രമതപരമായ സമീപനങ്ങൾ പ്രവാചകന്മാരെ കൈകാര്യം ചെയ്യുന്നിടത്തോളം അവരെത്തിച്ചു. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് നിയോഗിച്ച സ്വാത്വികരായ പ്രവാചകന്മാരെ വധിച്ചു കളയാൻ വരെ ജൂതജനത സന്നദ്ധമായി എന്നാണ് അല്ലെ. ജൂത സമൂഹത്തെ വിശുദ്ധ ഖുർആൻ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ട്. അവർക്ക് സംഭവിച്ച അനർത്ഥത്തെക്കുറിച്ചും അവർ എത്തിപ്പെട്ട അധപ്പതനത്തെ കുറിച്ചൊക്കെ വളരെ കൃത്യമായി ഖുർആൻ അവരുമേൽ ചില ചാർജ് ഷീറ്റുകൾ ചുമത്തിയിട്ട് ഏതാണ്ട് 12ഓളം ചാർജ് ഷീറ്റുകളാണ് പടച്ച റബ്ബ് അവരുടെ മേൽ ചുമത്തിയത്.
അവർക്ക് സംഭവിച്ച അധപ്പതനത്തിന്റെ കാരണങ്ങളായി കൊണ്ട് ഖുർആൻ പറഞ്ഞത് അതിലൊന്നായി അല്ലാഹു പറഞ്ഞത് ഖത്ലിഹിമുൽ അംബിയാ ബിഗൈരി ഹഖ്, അന്യായമായി പ്രവാചകന്മാരെ വധിച്ചു കളയാൻ വരെ സന്നദ്ധരായി എന്നാണ്. മറ്റു ചില പ്രവാചകന്മാരെ നിന്ദിക്കാനും അവഹേളിക്കാനും അവർ തയ്യാറായി എന്നാണ്. അതാണ് മഹാനായ പ്രവാചകൻ ഈസാ അലൈഹി സ്വലാമൊക്കെ സംഭവിച്ചത്. മഹാനായ ഈസാ അലൈഹി സ്വലാം അവരിലേക്ക് പ്രവാചകനായി വന്നപ്പോ ജൂത സമൂഹം സ്വീകരിച്ച നിലപാട് എന്തായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വളരെ വിശുദ്ധനായ, വളരെ നിർമ്മല ഹൃദയനായ, കളങ്കമില്ലാത്ത പ്രവാചകനോട് അവർ സ്വീകരിച്ച സമീപനം, ജൂത സമൂഹം സ്വീകരിച്ച സമീപനം വ്യഭിചാരപുത്രനായിട്ടാണ് ആ പ്രവാചകൻ അവർ ചിത്രീകരിച്ചത് എന്നാണ്. മഹാനായ ഈസാ അലൈഹി സ്വലാമിനെ അവർ ചിത്രീകരിച്ചത് ജാരസന്തതിയായിട്ടായിരുന്നു. ഇങ്ങനെ പടച്ചവനയച്ച പ്രവാചകന്മാരെ കൈകാര്യം ചെയ്യുന്നിടത്തോളം, ചില പ്രവാചകന്മാരെ കൊന്നുകളയുന്നിടത്തോളം അവർ അധപ്പതിക്കുകയും അതുവഴി അവർ അള്ളാഹുവിന്റെ ശാപത്തിനും കോപത്തിനും ഇരയായി തീരുകയും എന്ന് ചെയ്തെന്ന് പറഞ്ഞാൽ അവർ സ്വയം തന്നെ ഹലാക്കിലേക്ക് അഥവാ നാശത്തിലേക്ക് കൂപ്പുകുത്തി എന്ന് നമ്മൾ അറിയുമ്പോ വിശ്വാസ മേഖലയിൽ എങ്ങനെയാണ് ഈ അസന്തുലിതമായ നിലപാടുകൾ, ആത്യന്തികമായ സമീപനങ്ങൾ, തീവ്രപരമായ നിലപാടുകൾ മനുഷ്യനെ നാശത്തിലേക്കും ഹലാക്കിലേക്കും ഒക്കെ എത്തിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള മുന്നറിയിപ്പ്, ആ മുന്നറിയിപ്പ് നൽകിയതിന്റെ ചരിത്ര സാക്ഷ്യങ്ങൾ വേദവാഹകൻ നമുക്ക് ലഭിക്കുകയാണ്. ഇനി ക്രൈസ്തവർക്ക് എന്താണ് സംഭവിച്ചത്, നസാറാക്കൾക്ക് എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ പരിശോധിച്ചാൽ അവരിലുണ്ടായിരുന്ന ഉലൂവ് എന്തായിരുന്നു നമ്മൾ പഠിച്ചാൽ ആ കാലഘട്ടത്തിൽ ആ രണ്ട് വിഭാഗങ്ങളെയും വിളിച്ചുകൊണ്ട് ഖുർആൻ നടത്തിയ ആഹ്വാനം ലാ തഗ്ലൂ ഫീ ദീനിക്കും ഇന്നത്തെ മുസ്ലിം സമൂഹത്തിൽ എത്രമാത്രം പ്രസക്തമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്താ സംഭവിച്ചത്? ഈസാ മസീഹിനോട് ക്രൈസ്തവ സമൂഹം കാണിച്ച ആദരവ് ശരിയുടെ വഴിയിലൂടെ അഥവാ സ്നേഹത്തിന്റെയും അതുപോലെ തന്നെ ആദരവിന്റെയും മാർഗത്തിലൂടെ എങ്ങനെയാണ് സമുദായത്തിലേക്ക് തീവ്രത കടന്നു വരിക എന്നതിന്റെ ഏറ്റവും മനോഹരമായ തെളിവാണ്. ഈ സന്ദർഭത്തിൽ അത് വളരെ പ്രസക്തമാണ് മുസ്ലിം സമൂഹം മനസ്സിലാക്കുന്നത്. ജൂത ജനതക്ക് സംഭവിച്ച തെറ്റായ വഴിയിലൂടെ കടന്നു വന്ന തീവ്രവാദപരമായ സമീപനമായിരുന്നുവെങ്കിൽ, അഥവാ ജൂതർ വഴികേടിലായി തീർന്നത്, ജൂതർ ഈ പറഞ്ഞ അപകടത്തിൽ അകപ്പെട്ടത് വിശ്വാസപരമായ വഴിയിലൂടെ, തെറ്റായ വഴിയിലൂടെ കടന്നു വന്ന തീവ്രവാദമായിരുന്നുവെങ്കിൽ, മസീഹിനും ഈസബിനും മറിയം അതിന്റെ അനുയായികൾക്ക് സംഭവിച്ചത് ശരിയായ വഴിയിലൂടെ അഥവാ സ്നേഹത്തിന്റെ പഴുതിലൂടെ, ബഹുമാനത്തിന്റെയും ആദരവിന്റെയും ഒക്കെ പഴുതിലൂടെ കടന്നു വന്ന തീവ്രതയായിരുന്നുവെന്ന് മുസ്ലിം സമുദായം അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കണം. എങ്ങനെയാണത്? ഈസാ മസീഹിനോടുള്ള ആദരവും സ്നേഹവും എവിടെ കൊണ്ടെത്തിച്ചു? പ്രിയമുള്ളവരെ, ഒരു ജനതയെ എവിടെ കൊണ്ടെത്തിച്ചു എന്ന് ചോദിച്ചാൽ ആ പ്രവാചകനെ ദൈവപുത്രനായും അല്ല, അതിനപ്പുറത്തേക്ക് ദൈവം തന്നെയായും അവതരിപ്പിച്ചു എന്നതാണ്. പടച്ചവന്റെ മാർഗത്തിൽ നിന്നും വ്യതിചലിച്ചു പോയ ആ ജനതയെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി വന്ന ഈസാ ഇബ്നു മറിയം, മഹാനായ ഈസാ അലൈഹി സ്വലാമിനെ പടച്ചവന്റെ പുത്രനായി സങ്കല്പിക്കുക, ഏകദൈവ വിശ്വാസത്തിന്റെ അടിത്തറകളിൽ വാർത്തെടുത്ത ഒരു ദീനിനെ ത്രിത്വത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പൗരോഹിത്യ മതമാക്കി മാറ്റുക എന്ന വളരെ അപകടകരമായ ആരാധനാപരമായ തൗഹീദിൽ നിന്നുള്ള വ്യതിചലനമായിരുന്നു ക്രൈസ്തവ സമൂഹത്തിൽ സംഭവിച്ചത്. മുസ്ലിം സമൂഹം വളരെ കണ്ണും കൽവും തുറന്ന് പഠിക്കേണ്ടതാണ്. ചെയ്തത് എന്താ? അവര് ചെയ്തത് ഈസാ ഇബ്നു മറിയം എന്ന് പറയുന്ന അവരിലേക്ക് വന്ന പ്രവാചകനെ സ്നേഹിച്ചു, ആ സ്നേഹത്തിൽ അവർ അതിരുകവിഞ്ഞു എന്നതാണ്. പ്രത്യക്ഷത്തിൽ ഒരുപക്ഷെ ശരിയാണെന്ന് തോന്നുന്ന സ്നേഹം പരിധി വിട്ട് ആ സ്നേഹം ആരാധനയോളം ചെന്നെത്തിയതിന്റെ അപകടമാണ് ക്രൈസ്തവ സമൂഹത്തിന് സംഭവിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ അവരെ പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ട് നമ്മുടെ മുമ്പിൽ എടുത്തിരിക്കുകയാണ്. അവരെ നോക്കിക്കൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, യാ അഹ്ലൽ കിതാബ് ലാ തഗ്ലൂ ഫീ ദീനിക്കും വലാ തഖൂലു അലല്ലാഹി ഇല്ലൽ ഹഖ്, അല്ലയോ വേദക്കാരെ, നിങ്ങൾ നിങ്ങളുടെ ദീനിൽ അതിര് കവിയാതിരിക്കുവിൻ, സത്യമല്ലാത്തതൊന്നും അള്ളാഹുവിന്റെ പേരിൽ നിങ്ങൾ പറയാതിരിക്കുവിൻ എന്ന്. ഇന്നമൽ മസീഹു ഈസാ ഇബ്നു മറിയം റസൂലുള്ളാഹ് വകലിമതുഹു അൽഖാഹാ ഇലാ മറിയം വറൂഹും മിൻ ഫആമിനൂ ബില്ലാഹി വറസൂലിഹി വലാ തഖൂലു സലാസ. അല്ലേ, മറിയമിന്റെ മകൻ ഈസാ മസീഹ് ദൈവദൂതനാണ്. അള്ളാഹു മറിയമിലേക്ക് അയച്ച വചനവുമല്ലാതെ മറ്റൊന്നുമല്ല, അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഒരു ആത്മാവുമല്ലാതെ മറ്റൊന്നുമല്ല. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനും അവന്റെ ദൂതന്മാരിലും വിശ്വസിക്കുക. വലാ തഖൂലു സലാസ, ത്രിത്വം നിങ്ങൾ വാദിക്കാതിരിക്കുക. ഇൻതഹു, നിങ്ങൾ അതിൽ നിന്ന് വിരമിക്കുക. ഖൈറുൽ ലക്കും, അതാണ് നിങ്ങൾക്ക് നല്ലത്. ഇന്നമല്ലാഹു ഇലാഹു വാഹിദ്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇലാഹായിട്ടുള്ളവൻ പടച്ചിറപ്പ് മാത്രമാണ്. സുബ്ഹാനഹു അൻ യകൂന ലഹു വലദ്, പുത്രൻ ഉണ്ടായിരിക്കുക എന്നതിൽ നിന്നും എത്രയോ പരിശുദ്ധനാണ് പടച്ചവൻ. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശഭൂമികളിലുള്ളതൊക്കെയും അവന്റേതാണ്. വകഫാ ബില്ലാഹി വകീല, അവയുടെ കൈകാര്യത്തിനും അതിന്റെ മേൽനോട്ടത്തിനും ഒക്കെ അവൻ തന്നെ മതിയാവനാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ച ഒരു പ്രവാചകനെ അവരെന്താ ചെയ്തത്? ആ പ്രവാചകനോടുള്ള ആദരവും സ്നേഹവും ബഹുമാനവും ഒക്കെ വർദ്ധിച്ചിട്ട് ആ പ്രവാചകനെ പടച്ചവന്റെ പുത്രനായി ചിത്രീകരിച്ചു. സ്നേഹം വളർന്നാൽ, പ്രവാചകന്റെ അനുയായികളുടെ ഹുബ്ബ് വർദ്ധിച്ചാൽ, പ്രവാചകനോടുള്ള അനുരാഗം അതിരുവിട്ടാൽ എങ്ങനെയാണത് ആത്യന്തികതയിലേക്കും തീവ്രതയിലേക്കും പോകുന്നതെന്നതിന്റെ
ഏറ്റവും മനോഹരമായ ഉദാഹരണമായി കൊണ്ട് ഖുർആൻ തന്നെ ക്രൈസ്തവ സമൂഹത്തിന്റെ ചരിത്രം നമ്മുടെ മുമ്പിലേക്ക് ഇട്ടുവന്നിരിക്കുകയാണ്. തൗഹീദ് പ്രബോധനം ചെയ്യാൻ, അള്ളാഹുവിന്റെ ഏകത്വം പഠിപ്പിക്കാൻ, അങ്ങനെ അതിനുവേണ്ടി വന്ന ഒരു പ്രവാചകൻ, ആ പ്രവാചകൻ അവരെ പഠിപ്പിച്ച തൗഹീദ്, ഇന്നമല്ലാഹു ഇലാഹുൻ വാഹിദ്, പടച്ചവൻ ഏകനായ അള്ളാഹു, ഇലാഹു അവൻ ഒരുവൻ മാത്രമാണ്. അങ്ങനെ ജീവിക്കേണ്ട ഒരു സമുദായത്തിന് സംഭവിച്ച അധപ്പതനത്തെ സംബന്ധിച്ച് അവരെത്തിപ്പെട്ട ആ അഗാധമായ ജീർണതയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, അത് വിശ്വാസികൾക്ക് പാഠമാകുന്നതിന് വേണ്ടിയല്ലേ. അവസാനം എന്താണ് സമൂഹത്തിൽ സംഭവിച്ചത്? പടച്ചവൻ അവർക്ക് ആരുമല്ലാതായി, അല്ലെ? അള്ളാഹ് അവർക്ക് ആരുമല്ലാതായി. ഈസാ മസീഹ് പടച്ചവനേക്കാളും പ്രിയപ്പെട്ടവനായി. ഈസാ അലൈഹിസ്സലാം അവരോട് കൽപ്പിച്ചതായിരുന്നില്ല. ക്രൈസ്തവർ തമ്മിൽ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ തന്നെ പറയുന്നത് എന്താ? ഈശോ മിശിഹാക്ക് സ്തുതിയായിരിക്കട്ടെ എന്നാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നതാണ്, അല്ലെ? ഈശാ മിശിഹാക്ക് സ്തുതിയായിരിക്കട്ടെ. പടച്ചവൻ എല്ലാവരും സ്തുതിക്കുന്നത്, പടച്ചവന് സ്തുതി എന്നല്ല പറയുന്നത്. അവർ തന്നെ പടച്ചവനായി അവർ തന്നെ പരിചയപ്പെടുന്ന യഹോവക്കുമല്ല സ്തുതി മുഴുവനും ഈശോ മിശിഹാക്കാണ്, അല്ലെ? ആ വിശുദ്ധ യേശുവിന്റെ പിതാവാകാനുള്ള ഒരു കഥാപാത്രം മാത്രമായി യഹോവ എന്ന് അവർ വിളിക്കുന്ന പടച്ചവനെ ഒരു ഒതുക്കി നിർത്തി. അവര് വിശ്വസിക്കുന്ന വിശുദ്ധ യേശുവിന്റെ പിതാവാകാനുള്ള ഒരു കഥാപാത്രം മാത്രമായി യഹോവ എന്ന് അവർ വിളിക്കുന്ന പടച്ചവനെ ഒരു ഒതുക്കി നിർത്തി, അല്ലെങ്കിൽ പടച്ചവന്റെ സ്ഥാനത്ത് അവർ അതിൽ പരിമിതപ്പെടുത്തി. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കുക, എന്തുമാത്രം വലിയ അധപ്പതനത്തിലേക്കാണ്, എന്തുമാത്രം വലിയ ജീർണതയിലേക്കാണ് സമൂഹം പോയത്. ക്രൈസ്തവ സമൂഹത്തിന് സംഭവിച്ച ദുര്യോഗം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായമായ ഉമ്മത്ത് മുസ്ലിമക്ക് വന്നു പോകാതിരിക്കാനുള്ള വിശുദ്ധ ഖുർആനിന്റെ മുന്നറിയിപ്പിനെ മുഖവിലക്കെടുക്കുവാൻ പ്രിയമുള്ളവരെ, മുസ്ലിം സമുദായത്തിലെ അംഗങ്ങളെന്ന നിലക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. ക്രൈസ്തവ സമൂഹത്തിന് സംഭവിച്ച വേറെയും ഒരുപാട് ദുര്യോഗങ്ങൾ, വേറെയും ഒരുപാട് ജീർണതകൾ, അതിരുവിട്ടതിന്റെ അപകടങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതിലൊന്ന് റഹബാനിയ, സന്യാസം അഥവാ പൗരോഹിത്യമായിരുന്നു. ലോകത്ത് ഏറ്റവും ഭദ്രമായ, ഏറ്റവും സുശക്തമായി വ്യവസ്ഥാപിതമായി നിലനിൽക്കുന്ന പൗരോഹിത്യം, അതാണ് ക്രൈസ്തവ പൗരോഹിത്യം. ഇന്നും അതാണ് അവസ്ഥ, അല്ലെ? വിശുദ്ധ ഖുർആൻ പറയാണ്, പൗരോഹിത്യം അവരാവിഷ്കരിച്ച പൗരോഹിത്യം യഥാർത്ഥത്തിൽ അവരോടത് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ പൗരോഹിത്യം അവർ സ്വയം എടുത്തണിഞ്ഞതാണ്. അള്ളാഹുവിന്റെ പ്രീതി കാക്ഷിച്ചുകൊണ്ട് തന്നെയാണ് അവരുണ്ടാക്കിയ ചര്യ, അല്ലെ? പൗരോഹിത്യം അവർ ആഗ്രഹിച്ചത്, അവരുണ്ടാക്കിയ ചര്യ അവർക്ക് ദൈവിക തൃപ്തി കരസ്ഥമാക്കാൻ വേണ്ടിയായിരുന്നു. എന്നിട്ടോ അത് പാലിക്കേണ്ട വിധം പാലിക്കാനും അവർ കഴിഞ്ഞില്ല. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നിയ്യത്ത് നന്നായത് കൊണ്ട് മാത്രം കാര്യമില്ല എന്നതാണ്. ക്രൈസ്തവ സമൂഹം സന്യാസ ജീവിതം തെരഞ്ഞെടുത്തത് പടച്ചവന്റെ ഇഷ്ടം നേടാൻ വേണ്ടിയായിരുന്നു. മുസ്ലിം സമൂഹത്തിന് ഒരുപാട് പാഠങ്ങൾ പഠിക്കാൻ ഇതിൽ നിന്നും കഴിയേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഹുബ്ബ് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ആദർശത്തിന്റെയും വിശ്വാസത്തിന്റെയും ഭാഗമാണ്. പക്ഷെ പ്രവാചകനോടുള്ള ഹുബ്ബായാൽ പോലും അതതിന്റെ പരിധി ലംഘിക്കാൻ പാടില്ല, അതതിന്റെ ആത്യന്തികതയിലേക്ക് പോകാൻ പാടില്ല എന്ന ഒരു പാഠം ക്രൈസ്തവ ജനതക്ക് സംഭവിച്ച അബദ്ധത്തിന്റെ, അപകടത്തിന്റെ, അനർത്ഥത്തിന്റെ, അധപ്പതനത്തിന്റെ ആഴം വിശദീകരിച്ചുകൊണ്ട് ഖുർആൻ പറയാണ്, ഈ ദീനിന്റെ സന്തുലിതത്വം ഓരോന്നും വെക്കേണ്ട അളവിൽ വെക്കേണ്ടിടത്ത് വെച്ചിട്ടുള്ള ദീനിന്റെ മുൻഗണനാക്രമം അത് ശരിയായി മനസ്സിലാക്കാൻ കഴിയണം. പടച്ചവനേക്കാൾ വലുതാകാൻ പാടില്ല പ്രവാചകൻ. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം, അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് പടച്ചവനാണ്. മക്കയേക്കാൾ മദീനക്ക് പ്രാധാന്യമില്ല, മക്കയേക്കാൾ മദീനക്ക് പ്രാധാന്യമില്ല. മദീനയിൽ എത്തലാണ്, മക്കയിൽ തങ്ങലല്ല എന്റെ ജീവിതാഭിലാഷം എന്നത് കേവലം ഒരു കവിഭാവന മാത്രമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനെ ഒരു ആശയമായി വികസിപ്പിക്കുവാനുള്ള വമ്പിച്ച ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മദീനക്ക് പ്രചാരം വർദ്ധിക്കുകയും മക്ക മങ്ങിപ്പോവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നേരത്തെ പറഞ്ഞ ആ സമീപനത്തിൽ സംഭവിച്ച ആത്യന്തികത കൊണ്ട്, അല്ലെങ്കിൽ ആ മുൻഗണനാക്രമം അട്ടിമറിക്കപ്പെട്ടത് കൊണ്ടാണ്. ഞാൻ പറയുന്നത്, ദീൻ ഏതൊക്കെ സംഗതികൾക്കാണോ പ്രാധാന്യം നൽകിയിട്ടുള്ളത് എന്നത് അതേ പരിഗണന നൽകാൻ ദീനിന്റെ അനുയായികൾക്ക് സാധിക്കണം. അത് സ്നേഹമായാലും ആദരമായാലും ആരാധനയായാൽ പോലും ആത്യന്തികളിലേക്ക് പോകാൻ പാടില്ല, സ്ഥാനവും ക്രമവും തെറ്റാൻ പാടില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. മുസ്ലിം സമുദായത്തിന് എവിടെയാണ് അപകടം സംഭവിക്കുന്നത്, ദീനിന്റെ സന്തുലിതത്വം എവിടെയാണ് നഷ്ടപ്പെടുന്നത് എന്ന് സമുദായം ഗൗരവത്തിൽ ചിന്തിക്കണം. അതിര് കവിയലുകൾ ആരാധനകളിലും അനുഷ്ഠാനങ്ങളുടെയും ഒക്കെ രൂപത്തിൽ കടന്നാൽ പോലും അത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരം അതിര് കവിയലിനുള്ള അഥവാ ആരാധനാ മേഖലകളിൽ പോലും പരിധി വിടാനുള്ള സാധ്യതയുള്ള ഒരു സാഹചര്യത്തിനെ എത്ര മനോഹരമായിട്ടാണ് കൈകാര്യം ചെയ്തത്, എത്ര മനോഹരമായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ മുളയിലെ നുള്ളിക്കളഞ്ഞത് നമ്മൾ ആലോചിച്ച് നോക്കുക. ഒരൊറ്റ ഉദാഹരണം മാത്രം പറയാം, അല്ലെ? റസൂലിന്റെ ശിക്ഷണത്തിൽ വളർന്നു വരുന്ന സഹാബികൾ
പ്രവാചകന്റെ ശിക്ഷണത്തിൽ വളർന്നു വന്ന സഹാബികൾ, അവരിലെ ഏതാനും ആളുകളിൽ നിന്നുണ്ടായ ഒരു ഒറ്റപ്പെട്ട സംഭവത്തെ, ഒരു നല്ലതല്ലാത്തൊരു പ്രവണതയെ പ്രവാചകൻ എത്ര രസകരമായിട്ടാണ് കൈകാര്യം ചെയ്തത് എന്ന് ഹദീസുകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹി അലൈഹി തന്റെ സ്വഹീഹിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. നമുക്കറിയാം, പ്രവാചകന്റെ വീട്ടിൽ വരികയാണ്. പ്രവാചക പത്നിയോട് പ്രവാചകന്റെ ചര്യയെ കുറിച്ച് അന്വേഷിച്ച 3 യുവാക്കൾ, അല്ലെ? ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് വന്നുകൊണ്ട് പ്രവാചകന്റെ ജീവിതത്തെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുകയാണ്. ജാഅ സലാസത്തുൻ റഹത്തിൻ ഇലാ ബുയൂതി അസ്വാജിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3 പേര് പ്രവാചക വചനത്തിൽ അവിടുത്തെ പത്നിമാരുടെ അടുത്ത് വന്നു. എന്നിട്ടോ യസ്അലൂന അൻ ഇബാദത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ ആരാധനകളെ കുറിച്ച് അവർ ചോദിച്ചു. അപ്പോ റസൂലുള്ള രാത്രി നമസ്കരിക്കും, കുറച്ച് ഉറങ്ങും. പ്രവാചക പത്നി പറഞ്ഞു കൊടുക്കുകയാണ്, റസൂലുള്ള രാത്രി ദീർഘമായി നമസ്കരിക്കും, കുറച്ചു സമയം ഉറങ്ങും. ചില ദിവസങ്ങളിലൊക്കെ റസൂലുള്ള സുന്നത്ത് നോമ്പെടുക്കും, മറ്റു ദിവസങ്ങളിൽ റസൂലുള്ള നോമ്പ് ഒഴിവാക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഈ 3 കൂട്ടരും കൂടി പരസ്പരം പറഞ്ഞു, നമ്മളും നബിയും ഒക്കെ എവിടെ, നബി എവിടെ നിൽക്കുന്നു, നമ്മൾ എവിടെ നിൽക്കുന്നു? അള്ളാന്റെ റസൂലിന്റെ കാര്യത്തിൽ നമ്മൾ എന്തിനാ ബേജാറാണ്? റസൂലിന് അത്രയൊക്കെ പോരെ. കാരണം റസൂലിന് റസൂലിന് കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും പുറത്തു കിട്ടപ്പെട്ട പ്രവാചകനല്ലേ. പക്ഷെ നമ്മളും നബിയും തമ്മിൽ എത്ര അകലമുണ്ട്. അള്ളാന്റെ റസൂലിന് അത്രയൊക്കെ മതിയല്ലോ. അപ്പോ ഇവർക്കൊരു ധാരണ, അപ്പോ ഇനിയിപ്പോ എന്താ ചെയ്യാം? റസൂൽ അത്രയൊക്കെ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഇവർ 3 പേരും തീരുമാനിച്ചു, എന്താ? കാല അഹദുഹും അമ്മ അന ഫഇന്നി ഉസല്ലി ലൈല അബദ. അള്ളാന്റെ റസൂൽ കുറച്ച് നമസ്കരിച്ചിരുന്നു, കുറച്ച് ഉറക്കിയിരുന്നു. പക്ഷെ ഞാൻ എന്താ ചെയ്യാൻ പോണത്? ഞാൻ രാത്രി മുഴുവനും നമസ്കരിക്കും. അപ്പൊ മറ്റാള് പറഞ്ഞു, റസൂല് ഇടക്കൊക്കെ നോമ്പെടുക്കും, ഇടക്ക് നോമ്പ് ഒഴിവാക്കും എന്നാണല്ലോ പറഞ്ഞത്. റസൂലിന് അത്രയൊക്കെ മതി, പക്ഷെ നമുക്ക് അത്ര ഒന്നും പോരല്ലോ, അതുകൊണ്ട് ഞാൻ വർഷം മുഴുവൻ നോമ്പെടുക്കും. മൂന്നാമത്തവൻ പറഞ്ഞു, ഞാൻ ഇനി കല്യാണം തന്നെ കഴിക്കണില്ല. കാരണം അതാണല്ലോ എല്ലാ പുകയിലും ഉണ്ടാക്കുന്നത്. ഞാനും സ്ത്രീകളെ കല്യാണം കഴിക്കണം, ഞാൻ ബ്രഹ്മചര്യം സ്വീകരിക്കും. അപ്പൊ എനിക്ക് വിവാദത്തുകൾക്കൊക്കെ കുറെ സമയം കിട്ടുമല്ലോ, ഞാൻ സ്ത്രീകളിൽ നിന്ന് വിട്ടു നിൽക്കും, വിവാഹമേ കഴിക്കുന്നില്ല. ഈ വിവരം, ഇതൊക്കെ ഈ 3 തീരുമാനത്തിനാണ് പോണത്. അങ്ങനെ റസൂലുള്ള ഈ വിവരം അറിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരം അറിഞ്ഞു. ഫജാഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൈഹി. റസൂലുള്ള പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, ഫഖാല അൻതുമുല്ലദീന കുൻതും കദാ വകദാ. നിങ്ങൾ ഇങ്ങനൊക്കെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ചോദിച്ച് അന്വേഷിച്ച് തീരുമാനിച്ച് ഇങ്ങനൊക്കെ നിങ്ങൾ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ഇങ്ങനൊക്കെ പറഞ്ഞിരുന്നല്ലോ, അതൊക്കെ ശരിയാണോ? എന്നിട്ട് റസൂൽ അവരോട് പറഞ്ഞു, അമ്മ വല്ലാഹി ഇന്നി ലഅഖ്ശാകും ലില്ലാഹി വഅതഖാകും ലഹു. എന്നാൽ നിങ്ങൾ കേട്ടോളൂ, വല്ലാഹി അല്ലാഹുവിനെ തന്നെയാണ്, ഞാനാണ് നിങ്ങളെക്കാൾ പടച്ചവനെ ഭയപ്പെടുന്നവരും അവനോട് ഭക്തിയുള്ളവരും. വലാകിന്നി അസൂമു വ ഉഫ്തിർ. അങ്ങനെ നിങ്ങളെക്കാളും അല്ലാഹുവിനെ ഭയപ്പെടുന്ന, പടച്ചവനോട് ഭക്തി പുലർത്തുന്ന ഞാൻ നോമ്പെടുക്കുകയും നോമ്പ് ഉപേക്ഷിക്കുകയും ചെയ്യാറുണ്ട്. വ ഉസല്ലി വ അർഖുദ്. ഞാൻ നമസ്കരിക്കുകയും ഉറങ്ങുകയും ചെയ്യാറുണ്ട്. വ അതസവ്വജു നിസാ. ഞാൻ സ്ത്രീകളെ വിവാഹം ചെയ്യാറുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ട് പ്രവാചകൻ പറഞ്ഞു, ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി. എന്റെ ചര്യയെ ആര് വെടിയുന്നുവോ അവർ നമ്മിൽപ്പെട്ടവനല്ല, അവർ നമ്മിൽപ്പെട്ടവനല്ല. ആ 3 ചെറുപ്പക്കാരെ വിളിച്ചു വരുത്തിയിട്ട് സഹാബികളൊക്കെ ഒരുക്കൂട്ടിയിട്ട് അവരുടെ മുമ്പിൽ, ഇതാ നിങ്ങളുടെ മുമ്പിൽ മാതൃകാ യോഗ്യരായ 3 ചെറുപ്പക്കാർ, ആരാധനകളിലൊക്കെ നിങ്ങൾ അവരെ കണ്ട് പഠിക്കുകയും അവർക്ക് ആദരവിന്റെ പൊന്നാട അണിയിക്കുകയും എന്ന് പറയല്ല റസൂലുള്ളാഹി ചെയ്തത്. നല്ലതല്ലേ എന്ന് വെച്ച് എത്രയും ആയിക്കൂടെ എന്ന് ന്യായം പറയുന്നതിലുള്ള മനോഹരമായ ഒരു മറുപടി പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ ദീനിന്റെ സന്തുലിത സമീപനത്തെ കുറിച്ച് വളരെ കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു സംഭവമാണ്. അതിരുവിട്ട ആത്മീയത, പരിധി വിട്ട ആരാധന, ഭാവഭാവങ്ങളിലെ തഖ്വ, ഭൗതിക ജീവിതത്തോടുള്ള വിരക്തി, കുടുംബത്തോടുള്ള ബാധ്യതയിൽ നിന്നുള്ള വിട്ടുനിൽക്കൽ, ഇതൊന്നും അള്ളാഹുവിന്റെ ദീൻ അനുവദിച്ച കാര്യങ്ങളല്ല. ആരാധനകൾ ഒരിക്കലും ആത്മപീഡയാകാൻ പാടില്ല. ഇസ്ലാമിൽ ദിക്റുണ്ട്, ദുആ ഉണ്ട്, സലാത്തുണ്ട്. എന്നാൽ ദിക്ർ സമ്മേളനങ്ങളും അതുപോലെ തന്നെ ദുആ വാർഷികങ്ങളും അത്തരം പ്രാർത്ഥനാ മജ്ലിസുകളും, ഇങ്ങനെ ജീവിതം അങ്ങനെ ഒരു സൂഫിസത്തിന്റെ വഴിയിലേക്ക് കടന്നു പോവുക, കുടുംബവും കുടുംബജീവിതവും ഭൗതികമായ വ്യവഹാരങ്ങളും ഒക്കെ എന്തോ ഒരു പാതകമായി തീരുന്ന സാഹചര്യത്തിലേക്ക് മനുഷ്യൻ മാറിപ്പോവുക, ഈ ഒരു രീതി അള്ളാഹുവിന്റെ ദീനിൽ അപകടമാണ്, അല്ലെങ്കിൽ ദീനിൽ അനുവദിക്കപ്പെട്ടതല്ല എന്ന് മനസ്സിലാക്കുവാനുള്ള വളരെ ചെറിയ ഉദാഹരണം മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത്. ആരാധനകൾ എന്ന് പറയുന്നത് പടച്ചവന് കീഴ്പ്പെട്ട് ജീവിക്കാനുള്ള പരിശീലനമാണ്. അത് പടച്ചവനും പ്രവാചകനും പഠിപ്പിച്ചതിന്റെ പരിധി വിടേണ്ടതില്ല എന്ന് പഠിപ്പിക്കുകയാണ് ഈ സംഗതി. ഇതുപോലുള്ള 2-3 ഉദാഹരണങ്ങൾ ഇനിയും ഈ വിഷയത്തിൽ പറയാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല
പടച്ചവന്റെ ദീൻ നിശ്ചയിച്ച മുൻഗണനാ ക്രമങ്ങളെ ആ ക്രമത്തിൽ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ആ സന്തുലിതത്വം കൈവിടാതെ, അതിരുകവിച്ചിലുകളില്ലാതെ, പരിധി ലംഘനങ്ങളില്ലാതെ പടച്ചവന്റെ ദീനിനെ അതിന്റെ ആദിമ സ്രോതസ്സുകളായ വിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും മനസ്സിലാക്കിക്കൊണ്ട് അത് ജീവിതത്തിൽ പകർത്താനും അതിനെ സമൂഹത്തിൽ പ്രതിനിധീകരിക്കുവാനുമുള്ള ശേഷിയും കഴിവും സാഹചര്യവും സന്നദ്ധതയും സന്മനസ്സും ഒക്കെ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും.